ഹലോ ചങ്കുകളെ, ഞാൻ നാട്ടിലാണ്. എൻ്റെ ഒരു വിഷമ കെട്ടാൻ ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ നിങ്ങളോടൊന്ന് പറയണം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ ഇരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ ജീവിതത്തിൽ സ്വന്തം മക്കൾ നമ്മളുടെ ജീവനേക്കാൾ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് മക്കളായാലും ഫ്രണ്ട്സായാലും സ്വന്തമായാലും ജീവിതത്തിൽ നമ്മളിൽ ആരിനെയാണോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ലോകത്തിലെ എല്ലാവരും ഒരിക്കലും മനസ്സ് കൊടുത്ത് ആരിനെയും സ്നേഹിക്കരുത്. കാരണം ഒരിക്കലും ആ സ്നേഹം നമ്മൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. ഞാൻ ആ പട്ടിയെ കണ്ടിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, വീഡിയോയിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ളൊരു പട്ടിയാണ്. ഞാൻ പോയ ദിവസം ആ പട്ടി എന്നെ നോക്കി ഒരു പ്രാവശ്യമേ കുരച്ചുള്ളൂ. അതിനുശേഷം ആ പട്ടി എന്നോട് കാണിച്ച ഒരു സ്നേഹം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, 15 വർഷം ഞാൻ കുവൈറ്റിലിരുന്നിട്ട് ഒരുപാട് പേരെ ഞാൻ സഹായിച്ച ഒരു വ്യക്തിയാണ്. ആ സ്നേഹിച്ചവരാരും എൻ്റെ ദുഃഖം കാണാനോ എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മൃഗം എന്ന് പട്ടിയെ ഒരിക്കലും പറയരുത്. മനുഷ്യനാണ് പട്ടി, പട്ടി മനുഷ്യനും. കാരണം ആ പട്ടി എന്നോട് കാണിച്ച സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല. അത്രമാത്രം ആ പട്ടി എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പട്ടിയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ലോകത്തിൽ ആരും ഒരിക്കലും ഹൃദയം കൊടുത്ത് ആരെയും സ്നേഹിക്കരുത്. ഞാൻ അത്രമാത്രം വേദന അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, ആരെയും മനസ്സ് കൊടുത്ത് സ്നേഹിക്കരുത്. സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ കറുവാപ്പല പോലെ വലിച്ചെറിയും നമ്മളെ. അതുകൊണ്ട് എന്നെപ്പോലെ ഒരു വിഡ്ഢി ഇനി ഈ ലോകത്തിൽ ആരും ആവരുത് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സ്നേഹിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അമിതമായി ആരെയും സ്നേഹിക്കരുത്. സ്വന്തമായി ജീവിക്കാൻ ഞാൻ തുടങ്ങുമ്പോഴത്തേനും എനിക്ക് വയസ്സായി. ഇനിയെങ്കിലും എനിക്ക് കുറച്ച് നാൾ എൻ്റെ ജീവിതം ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷമം ഞാൻ നിർത്തുന്നു. എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ആരും ഉണ്ടാകില്ല. നമ്മളെപ്പോഴെങ്കിലും സ്നേഹിച്ച ആരെങ്കിലുമൊക്കെ നമ്മൾക്കുണ്ടാകുള്ളൂ. ഇപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് കയ്യിൽ കാശുള്ളപ്പോൾ സ്നേഹം കാണിച്ചിട്ട് നമ്മളെ വയസ്സായ കാലത്തും ഇല്ലെങ്കിലും നമ്മളെ നോക്കും, സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. കയ്യിലുള്ള കാശ് മുഴുവൻ ചിലവാക്കിയാൽ പെരുവഴിയാകും. 15 കൊല്ലം ഞാൻ കുവൈറ്റിൽ സമ്പാദിച്ച് എനിക്കെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും നേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ സത്യം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെപ്പോലെ ആരും ആവരുത്. മനസ്സ് കൊടുത്ത് ആരെയും സ്നേഹിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ, ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കും. ഞാൻ നേടും വീണ്ടും. അതുകൊണ്ട് എല്ലാ ചങ്കുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുഡ് നൈറ്റ്.